ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തിരുവചന ധ്യാനവുമായി ഇങ്ങനെയൊരു രീതിയിൽ കൂടി വരുവാൻ സാധിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയോർ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രത്യേക ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച വളരെ മനോഹരവും വളരെ വേണ്ടിയതുമായ ഒരു പ്രാർത്ഥന. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പലതരം വിഷയങ്ങളെക്കുറിച്ചും പലതരം കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ആവശ്യകതയുള്ള എല്ലാത്തിനെക്കുറിച്ചും സംസാരിക്കുകയും നമ്മുടെ ദൈവത്തോട് ഇടപെടുകയും ചെയ്യുവാൻ കെൽപ്പുള്ളതായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന എന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ എല്ലാ ആരാധനകളിലും ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ 14-ാമത്തെയും 15-ാമത്തെയും വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. പകയാലും വിദ്വേഷത്താലും പലതരത്തിലുള്ള യുദ്ധങ്ങളും അക്രമങ്ങളും ഉത്ഭവം കൊണ്ടൊരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണിത്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മനുഷ്യർ കടന്നു വന്നിട്ടുണ്ടാകാം. അവർ നമുക്ക് വളരെ മോശം അനുഭവങ്ങളും ദുഃഖം തരുന്നതായ വാർത്തകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവരോടൊക്കെയും ക്ഷമയോടെ പെരുമാറുവാൻ നമ്മളെ പഠിപ്പിച്ച ഒരു വേദഭാഗമാണിത്. പകയെയും വിദ്വേഷത്തെയും ക്ഷമയോടെ നേരിടുവാൻ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. നമ്മുടെ പകയും വിദ്വേഷത്തെയും ക്ഷമയോടെ സ്നേഹത്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വേദഭാഗമാണിത്. ക്രിസ്തുവിൻ്റെ സ്ഥായി വികാരം എന്നത് സ്നേഹവും ഇതരരോടുള്ള കരുതലും ക്ഷമയും ആയിരുന്നു. ക്രിസ്തുവിന് അനുരൂപിതരായി ജീവിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ക്ഷമയെന്ന വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ആശംസിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ശൈലികളെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉടച്ചു വാർക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ പലപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റ് ആവാറാണ് പതിവ്. ദൈവമേ എനിക്കിത് തരണേ, ദൈവമേ എനിക്ക് ഈ ജോലി തരണേ, ദൈവമേ എന്നെ ഈ പരീക്ഷ പാസ്സാക്കണേ. ഇതൊക്കെ ഓരോ ചെക്ക് ലിസ്റ്റുകളാണ്. എന്നാൽ കർത്താവിൻ്റെ ന്യായവിധിയുടെ ശക്തിയെക്കുറിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും അവൻ്റെ ന്യായവിധിയിൽ വിശ്വസിക്കുവാനും കർത്താവ് നമ്മുടെ ശത്രുക്കളെ നോക്കിക്കോളും, കർത്താവ് അവർക്കുള്ള ന്യായവിധി കൊടുത്തോളും എന്ന ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മാനുഷികപരമായി നമ്മൾ ചെയ്യുന്ന പകവീട്ടലുകളോ ഒക്കെ ചിലപ്പോൾ പൈശാചികമായേക്കാം. പക്ഷേ കർത്താവിൻ്റെ ന്യായവിധിയും കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ എല്ലാം ഭദ്രമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആകുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയ്ക്ക് അനുരൂപിതനായി ക്ഷമയോടെയും സ്നേഹത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവേ, പക എന്നത് ഞങ്ങളുടെ വികാരമല്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് ക്രിസ്തുവിന് അനുരൂപിതരായി ജീവിക്കുന്നവർക്ക് പറ്റിയൊരു വികാരമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ക്ഷമയോടെ ജീവിക്കുവാനും ഇതരരെ കരുതുവാനും ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ അങ്ങ് തരണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.